Christ, He's always there for you and me. Hallelujah. Jesus' name is the worthy name. Yes. Hallelujah. And Jesus is the light of the world. Amen. Light of the world, you step down into darkness. Open my eyes, let me see. Hallelujah. Beauty that made this heart adore you. Hope of a life spent with you. So here I am to worship. Here I am to bow down. Here I am to say that you're my God. Altogether lovely, altogether worthy, altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all for the love's sake came born. So here I am to worship, Amen. here I am to bow down, here I am to say that you're my God. Altogether lovely, altogether worthy, altogether wonderful to me. Amen. Thank you, Jesus. നമ്മളെ സൂക്ഷിച്ചു, കർത്താവ് നമ്മളെ പരിപാലിച്ചു. ആരാധന അന്തരീക്ഷത്തിൽ തന്നെ നമുക്കായിരിക്കും കർത്താവിന് ദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം വന്ന് നമുക്ക് ആവശ്യമാകുന്ന ദൂത് നൽകുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനകടനായി സ്തോത്രം. Psalms 28 ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. A prayer for help and the praise for its answer. ഹല്ലേലൂയ. സഹായത്തിനുള്ള പ്രാർത്ഥനയും ഉത്തരം ലഭിച്ചതിനുള്ള സ്തുതിയും. ഹല്ലേലൂയ. ദാവീദിന്റെ ഹല്ലേലൂയ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, സഹായത്തിനായുള്ള ഒരു പ്രാർത്ഥനയും ഹല്ലേലൂയ ഉത്തരം ലഭിച്ചതിനുള്ള സ്തുതിയും ആണ് ഇതിന്റെ ഹെഡിങ്ങിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പറയായുള്ളവേ നീ കേൾക്കാതെ ഇരിക്കരുത്. അപ്പോൾ നാം വിളിച്ചപേക്ഷിക്കുകയാണ്. നാം ദൈവത്തോട് വിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ അടുത്ത വാക്യം പറയുകയാണ്, നീ കേൾക്കാതെ ഇരിക്കരുത്, നീ മിണ്ടാതിരുന്നിട്ട്. അപ്പോൾ ദൈവം കേൾക്കാതെ ഇരിക്കരുത് എന്ന് ഈ ദാവീദ് ഇങ്ങനെ പറയുവാൻ കാരണം പല വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നീ മിണ്ടാതെ ഇരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവനെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. ദൈവമേ, എന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, എന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ വിളിക്കുകയാണ്, നീ കേൾക്കാതെ ഇരിക്കരുത്. ഹല്ലേലൂയ. നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം ഉത്തരം നൽകും. യെരമ്യ 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അതിലൊന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ജെരമ്യ
chapter 33 verse 23. യെരമ്യാവിന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യം. എന്നെ ഒരു മിനിറ്റ്, എന്നെ വിളിച്ചപേക്ഷിക്കുക. ആരെ വിളിച്ചപേക്ഷിക്കണം? ദൈവമക്കൾ, രക്ഷിച്ച ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അല്ലെ? അപ്പോൾ ബാക്കി കാര്യം എന്താ? ഞാൻ നിനക്ക് ഉത്തരമരുളും. ഇത് ഈ പ്രമാണം, ഈ വാക്യം നമ്മൾ മറന്നു പോകല്ലേ. വിളിച്ചപേക്ഷിക്കുന്നത് നമ്മൾ, ഉത്തരം നൽകുന്നത് ദൈവം. എന്നിട്ട് അടുത്ത വാക്യം, നീ അറിയാത്തതും പിന്നെ മഹത്തായ അഗോചരമായ നിന്നെ അറിയിക്കും. അല്ലേ? വിളിച്ചപേക്ഷിക്കാതിരുന്നാലോ? വിളിച്ചപേക്ഷിക്കാതിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. എന്നിവിടെ കേട്ടതുപോലെ 1 പത്രോസ് 1 അധ്യായം അതിന്റെ 18 വാക്യം, വെള്ളി പൊന്ന് എന്നിവയിൽ അല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ. ആരുടെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടത്? കുഞ്ഞാടിന്റെ. വെള്ളിയും പൊന്നും കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും സംശയങ്ങൾ കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആലയത്തിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച സഹോദരി പ്രാർത്ഥിച്ചു, നിന്റെ രക്തത്താലൊന്ന് കഴുകണമേ, നിന്റെ രക്തത്താലൊന്ന് ശുദ്ധീകരിക്കണമേ, നിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിച്ച ദൈവജനം ആരാധനാലയത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അപ്പോൾ അറിയിക്കുമ്പോഴും അവിടെ ഒരു കാര്യമുണ്ട്. പ്രത്യാശയോട് ഉറപ്പോടെ പറയും, എന്റെ ദൈവം അറിയിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ എന്റെ കൈകളെ വിശുദ്ധ ഉയർത്തി. ആരുടെ കയ്യാ? എന്റെ കൈ. നമ്മൾ ഇന്നലെ ഇവിടെ കേട്ടു. ഹല്ലേലൂയ. സിംഹാസനം. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഒന്നവർക്കറിയാം, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി പറയുവാനുണ്ട്. സ്തെഫാനോസിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ അവനെ കണ്ണുകൊണ്ട് കണ്ടു. പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നാം കാണുന്നത്. നിങ്ങൾ മറന്നുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഹൃദയം നുറുകി നിൽക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കണം. നമ്മളത് വിശ്വസിച്ചില്ല എങ്കിൽ ലോകത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവം എന്നോട് ഇടപെട്ട് ഓരോ ദിവസവും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എൻ്റെ ശക്തി പുറപ്പെട്ടു. ഇതാണ് എൻ്റെ ഇന്ന് രാവിലെ കിട്ടിയ മെസ്സേജ്. ഹല്ലേലൂയ. സമയത്തോട് പറയാം. ഹല്ലേലൂയ. എൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് ഇവിടെ കടന്നു വന്ന ദൈവജനമേ, ദൈവത്തിന്റെ ശക്തി പുറപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. എത്ര പേര് യേശുവിനെ തൊട്ടു? എത്ര പേര് ആ യാത്രയിൽ മുട്ടി വരഞ്ഞു? അവിടെ ഒന്നും ഒരു കാര്യവും നടന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ അവിടെ ഭാരത്തെ അറിഞ്ഞ്, അവിടെ കഷ്ടതയോട് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവളൊന്ന് തൊട്ടു. കർത്താവ് പറയാണ്, എന്നെ തൊട്ടത് ആര്? ഇന്നൊരു ശുശ്രൂഷൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്,
ദൈവത്തിന്റെ കരം കുറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് തൊടുന്ന രാത്രിയാ ഇന്ന് പകൽ സമയം. ഇന്ന് ഈ ഞായറാഴ്ച നമ്മൾ വിശ്വാസത്തോടെ തൊടാൻ പോവുകയാണ്. ചില കഴിയട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, വരാൻ പോവുകയാണ്, തൊടാൻ പോവുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം, നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം കേൾക്കണം. ഇതൊരു അപേക്ഷയാണ്. നിന്നോട്, ആരോട്? ദൈവത്തോട്. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ഞാൻ ഇന്നലെ എനിക്കൊന്നൊക്കെ പറഞ്ഞു, ശരിക്കും നിലവിളിക്കണം, ശരിക്കും നിലവിളിക്കണം. അതിൽ ഒട്ടും കുറവ് വരുത്തല്ലേ. നമ്മെ നിലവിളിക്കാൻ, ദൈവത്തോട് നിലവിളിക്കുവാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് മൂന്നാം വാക്യത്തിലേക്ക് പറയുമ്പോൾ, ദുഷ്ടന്മാരോടും ആകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. ദുഷ്ടന്മാരുണ്ട് കേട്ടോ, ദുഷ്ടന്മാർ ഉണ്ട്. ഈ വിശ്വാസമൊക്കെ ഉണ്ടായിട്ടും ഈ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം കൊണ്ട് തുടർന്ന് വരുമ്പോൾ, ഹല്ലേലൂയ, എബ്രായ ലേഖനം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു ഇങ്ങനെ വന്ന് അവനെ നോക്കുവീൻ, അവനെ നോക്കുവീൻ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, മൂന്നാം വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. വലിച്ച് എന്നെ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുത്. എന്തുകൊണ്ടെന്നാൽ സാധ്യതയുണ്ട്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞായിരുന്നു, ഹല്ലേലൂയ, ഉപദേശ പെശക് കേട്ടല്ലോ. ഉപദേശ പെശക്. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ കേറി വരുന്ന ശബ്ദങ്ങൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ, ശോധന ചെയ്യണം. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യം, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു. അപ്പോഴൊരു കാര്യം ഇവിടെ പറയുകയാണ്, യഹോവയുടെ പ്രവൃത്തിയെ അറിഞ്ഞ വ്യക്തിയാണ്, യഹോവയെ അറിഞ്ഞവനാണ്. എന്നാൽ അതിനെ വിവേചിക്കായ്ക കൊണ്ട്, ഇവിടെ അവിടെ പ്രധാനപ്പെട്ട വിഷയം, യഹോവയുടെ പ്രവൃത്തി, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും വിവേചിക്കായ്ക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ദൈവമക്കളെ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഞാനൊരു കാര്യം വിളിച്ചു പറയുകയാണ്. ഈ സഭായോഗത്തില് അവൻ നമ്മളെ പണിയാതെ ഇടിച്ചു കളയുവാനുള്ള ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, വിശ്വാസത്തില് ഉറച്ചു നിൽക്കണം. ഇവിടെ ഉറക്കാത്തതുകൊണ്ട് ഹല്ലേലൂയ പണിയാതെ ഇടിച്ചു കളയും. ഞാൻ എന്നെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു വചനമുണ്ട്. എന്നെ തന്നെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ശോഭിച്ചവർ അനേകരും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കാണാനില്ല. ഇത് ഞാൻ എപ്പോൾ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. വിശുദ്ധമതികൾ, വിശുദ്ധന്മാർ, ഈ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിത പശകിൽ വന്ന തെറ്റുകളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ. എന്നോട് വാക്കിനാൽ പ്രവൃത്തിയാൽ കടന്നു വന്ന അനേക നോട്ടത്തിലെ പ്രവൃത്തിയിലെ അല്ലെങ്കിൽ ഇടപാടുകളിൽ വന്നതെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ വിശ്വാസത്തോടെ ആരാധിക്കുന്ന സമയത്ത് അവനെ ഒന്ന് തൊടും. ഹല്ലേലൂയ, അവനെ ഒന്ന് തൊടും. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഒരുറപ്പുണ്ടായിരിക്കണം. എൻ്റെ കണ്ണുനീർ അവൻ കണ്ടു, എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടു.
അല്ല, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ യാചനയും ദൈവവും കേട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കേട്ടില്ല. ഞാൻ കണ്ണുനീർ തൂകിയപ്പോൾ, ഞാൻ കൈ മലർത്തിയപ്പോൾ നീ അത് കണ്ടു. വിശ്വാസം ഇല്ലാതെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും എനിക്ക് ഒന്നും പ്രാപിക്കുവാൻ പറ്റുകയില്ല. കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നു. നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നിലത്തിരിക്കുവാൻ വയ്യാതെ കസേരയിലിരിക്കുവാൻ തുടങ്ങി. ഇരിപ്പുറയ്ക്കാതെ വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ തറയിലിരുന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന പോരുകളെ ശാസിച്ചുകൊണ്ട് തപ്പിപ്പിടിച്ച മുട്ടയിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേദന, അരക്കെട്ടിന് വേദന, ഇരിക്കാൻ പറ്റുന്നില്ല. അതുവരെ അത് പറയാം, അത് നടന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ഇനി പറയാം. അടുത്ത വാക്യം കൂടെ വായിക്കാം. യഹോവ എന്റെ ബലം, യഹോവ എന്റെ ബലം. ഇവിടെയാണ് വിഷയം. യഹോവ എന്റെ ബലം. ദൈവമക്കളെ, ബലഹീനതയിൽ തികയുന്ന ദൈവത്തിന്റെ ശക്തി, ബലഹീനതയിൽ തികയുന്ന ദൈവത്തിന്റെ ശക്തി. ബലഹീനത വരും, ഉണ്ട്. 2 ദിവസം ഞാൻ നടക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴുക, സൈഡിലേക്ക് മറിഞ്ഞു പോകും. എൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മറിഞ്ഞ് ഭിത്തി സൈഡിലേക്ക് പോകുന്നു. നടക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. ഈ ഓരോ വീഴ്ചയിലും അയ്യോ എൻ്റെ എല്ല് പൊട്ടും വീഴും കയാലൊടിയും ആകെ പ്രശ്നത്തിലായി. ഞാൻ ആകെ ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഞാനൊന്ന് ഇരിക്കാൻ പോവുകയാണ്. ആലോചിച്ച് നോക്കണം, ഞാനൊന്ന് ഇരിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, അവസ്ഥ എൻ്റെ ഭാര്യയും കണ്ടതാണ്. നേരെ നിൽക്കാൻ പറ്റുന്നില്ല, മറിഞ്ഞു പോകും. ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, ആവി. എന്താ ശബ്ദം? ആവി. അത് വട്ടവിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ശരീരത്തോട് വ്യാപരിക്കുന്ന, എന്നെ മറിച്ചു കളയുന്ന ആവിയുടെ ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരിച്ചു കളകാം. വിത്തിൻ എ മിനിറ്റ് അത് കരിക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഒരരുളപ്പാട് തരികയാണ്. കേട്ട ശബ്ദം ദൈവനാമത്തിൽ വിളിച്ചു പറയുകയാണ്, തൊട്ടു. എന്താ പറയുന്നത്? തൊട്ടു. ഇന്ന് ശരീരത്തിലെ ഏത് രോഗമായാലും ഏത് പ്രയാസമായാലും നിങ്ങളുടെ കണ്ണടച്ചുകൊണ്ട്, യേശുവേ, ഞാൻ നിന്റെ ശക്തി ഒന്ന് പുറപ്പെടുവാൻ പോവുകയാണ്, ഞാനൊന്ന് തൊടുവാൻ പോവുകയാണ്. മാനസികതകൾ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിച്ചിട്ടുത്തര ഇതുവരെയും വെളിപ്പെടാത്ത ദൈവമക്കളെ, ഈ സഭായോഗത്തിൽ ഒന്ന് തൊടാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥിച്ചിട്ട് ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ ആത്മീയ ജീവിതവും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായാലും, യേശുവേ, ഞാനത് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്
ആ വിഷയത്തെ കയ്യിലെടുത്തിട്ട് എന്റെ മുഖത്തേക്ക് നോക്കുക. ദൈവമക്കൾ എന്നെ ദൈവത്തെ നോക്കിയാൽ മതി. നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തെ കയ്യിലെടുത്തുകൊണ്ട് എന്റെ വിഷയം ഇതാണ് അപ്പാ, ഇതുമായി ഞാൻ നിന്നെ തൊടുവാൻ പോകുക. ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം എന്റെ കരത്തിലെടുത്തിട്ട് ഇതുമായി ഞാൻ നിന്നെ തൊടുവാൻ പോവുകയാണ്. ഞാൻ കേട്ട ദൈവശബ്ദം ദൈവജനത്തിന് മുന്നിൽ ഞാൻ തന്നു. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, നാം അഭിമുഖീകരിക്കുന്ന ഏത് വിലയാലും, മാനസിക പീഡനമായാലോ, നാം അഭിമുഖീകരിക്കുന്ന ഏത് രോഗമായാലും, തടസ്സം നിൽക്കുന്ന പ്രശ്നമായാലും, പ്രശ്നത്തെ കരത്തിലെടുത്തുകൊണ്ട് ഞാനൊന്ന് തൊടാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട സമയമാണ്, ബഹുമൂല്യ സമയമാണ് ഇപ്പോൾ. ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കേട്ടോ. ദാനിയേലിന്റെ പുസ്തകം വായിച്ചാട്ടെ. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 10 verse 13. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ഹല്ലേലൂയ. ഇതും 5 കൊല്ലമായിട്ട് എതിർത്ത് നിൽക്കുന്ന വിഷയമുണ്ട് കേട്ടോ. പാർസി രാജ്യത്തിന്റെ പ്രഭു ആരാണ്? ഈ പാർസി ഇന്നത്തെ ഇറാനാണ്. നമ്മുടെ പ്രിയ സഹോദരൻ ദാനിയേൽ, കർത്താവിന്റെ ദാസൻ, ചന്ദ്രക്ക് മേശക്ക് അബേദ്നേഗോ, പാർസി രാജ്യത്തിന്റെ പ്രഭു. വായിച്ചാട്ടെ. 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. മൂന്നാമനായ പരിശുദ്ധ ആത്മാവ് ഇവിടെ ഉണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഈസി വേലിരിക്കല്ല്, ഈസി ചെയറിലിരിക്കുന്നവണ്, ആരാധനാലയത്തിൽ ഇരിക്കല്ല്. വർഷങ്ങളായി പോരാടി നിൽക്കുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചതിന് ഇത് കൊച്ചു വിഷയമല്ല. ആത്മാവിൽ നിങ്ങളാവുക. ഏത് വിഷയമായാലും എന്റെ അനുഗ്രഹത്തിനെതിരെ പാർസി രാജ്യത്തിന്റെ പ്രഭു, ഹല്ലേലൂയ, ആ പ്രഭുവാണ്. ഹല്ലേലൂയ. നമ്മുടെ മോർദെഖായി, ഹല്ലേലൂയ, എസ്തറിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, മോർദെഖായി കഴുകുമരത്തിൽ കയറ്റുവാൻ ഹാമാനും കൂട്ടരും പരിശ്രമിച്ചത് ഈ പാർസി രാജ്യത്തിന്റെ പ്രഭുവിന്റെ ശക്തിയാണ്. എന്നാൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരുന്ന ജനം, എസ്തറും ഇസ്രായേൽ ജനവും, അവന്റെ ശക്തി തകർന്നു. രാജ്യത്തിന്റെ രണ്ടാമനായി മാറി. മോർദെഖായി ബഹുമാനിക്കപ്പെട്ടു. ഇന്ന് പകൽ സമയം ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, പാർസി രാജ്യത്തിന്റെ പ്രഭു നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മേൽ, വരുവാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മേൽ ഇപ്പോൾ കഷ്ടപ്പെടുന്ന ബഹുമൂല്യ സമയമാണിത് കേട്ടോ. ഇത് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ദൂതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ സംസാരിച്ചതാണ്. ഞാൻ തൊട്ടു, അവന്റെ ശക്തി വ്യാപരിച്ചു. ഏത് പ്രശ്നമായാലും നമ്മുടെ കർത്താവിനെ പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂരതയിലിരിക്കുകയാണെങ്കിലോ ഇന്ന് പകൽ സമയം ദൈവത്തോടെ നീ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, പാർസി രാജ്യത്തിന്റെ പ്രഭു ദൈവമേ
സഭയായി ഞങ്ങൾ ഒന്നിച്ച് ആ പാർസി രാജ്യത്തിന്റെ ശക്തിയെ ശാസിക്കുക. നിങ്ങളുടെ കൈ ഉയർത്തി ശക്തമായി നിങ്ങളുടെ അനുഗ്രഹത്തെ തടസ്സം നിൽക്കുന്ന ആ പ്രഭുവിനെ ശാസിക്കുവാൻ ഒരു പാസ്റ്ററല്ല ആവശ്യം, നിങ്ങൾ ഓരോരുത്തരാണ്. പ്രാർത്ഥിച്ചാണ്ട് പഞ്ചരാജ്യത്തിന്റെ പ്രഭു എന്റെ ഭാവിയെ, എന്റെ ശരീരത്തോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ പ്രാർത്ഥന വിഷയത്തോട് പോരാടിയ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ഹല്ലേലൂയ ലോർഡ്. ഞാൻ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്. എന്നിട്ട് പറയുകയാണ് 7-ാം വാക്യം, യഹോവ എന്റെ ബലം. യഹോവ ആരുടെ ബലമാണ്? എന്റെ ബലം. ഷൈനി സഹോദരി, ഷൈനി ആൻഡ് സഞ്ജയ്, നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങൾക്കൊരു പാക്കേജ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ മറന്നു പോകാൻ, നമ്മുടെ മനസ്സിനെ കുരുടാക്കി കളയുവാൻ അവൻ പോരാടും. നിങ്ങൾ മാത്രമല്ല, ഒരു വിശ്വാസിയും ഒരു പാസ്റ്ററായാലും ഒരു ദൈവ പൈതലായാലും ഒരു പാക്കേജ് ഉണ്ട്. അത് ദൈവത്തിന്റെ ഒരു പാക്കേജാണ്. അത് വിശ്വാസത്താൽ നമ്മൾ തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മത്തായി സുവിശേഷം ഒന്ന് എടുത്താട്ടെ. ഹല്ലേലൂയ, 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്നിട്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇതിന്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഒരു പാക്കേജ് നിങ്ങൾക്ക് തരികയാണ്. ഈ പത്രോസ് നമ്മെ പോലുള്ളവനാണ്. പത്രോസ് ദൈവത്തെ അറിഞ്ഞവനാണ്. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പത്രോസിലോ പറയുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ മർമ്മം സ്വർഗസ്ഥനായ പിതാവാണ് പത്രോസെ നിനക്ക് വെളിപ്പെടുത്തിയത്. എന്നിട്ട് പത്രോസിനോട് പറയാ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറയുകയാണ്, ഈ താക്കോൽ ഞാൻ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഒരു താക്കോല് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തുറക്കുവാൻ നന്മയുടെയും ആത്മീയ ജീവിതത്തെയും അനുഗ്രഹത്തെ തുറക്കുവാനും ശത്രുവിനെ ബന്ധിക്കുവാനും ഒരു താക്കോലുണ്ട്. ഹല്ലേലൂയ. ഈ താക്കോല് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ താക്കോല് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ചാവി ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ താക്കോൽ ആരുടെ ഇല്ല തന്നേക്കുന്നത്? സഹോദരി संजय, वो चाबी आपका हाथ में है. आप खोलेगा तो खोलेगा, नहीं खोलेगा तो नहीं मिलेगा. पक्का है, पक्का है. 2 ദിവസം മറിഞ്ഞ് നടന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് പേടിയായിരുന്നു, എൻ്റെ കാലൊടിയുമോ കൈയൊടിയുമോ എല്ലാം ഓടിയ നിൽക്കുന്ന നിപ്പിലൊക്കെ മറിഞ്ഞ് പോവുകയാണ്. നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നാലുറ്റി നോക്കിക്കേ, ഞാനൊന്ന് ഇരിക്കാൻ പോവാന്നോ. ദൈവസഭ ഇരുന്നപ്പോഴാണ് വെളിപ്പെട്ട് കിട്ടിയത്. ആ വെളിപ്പാടിനെ, കിട്ടിയ വെളിപ്പാടിൽ അതിനെ ശാസിച്ചു. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് അധികം പ്രായമൊന്നുമില്ല കേട്ടോ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കോ. അങ്ങനെയല്ല വചനം. അപ്പോൾ ക്ഷീണം വരുമ്പോഴോ ശക്തിയെ പുതുക്കാത്തതുകൊണ്ട് ഈ വാക്യം വെച്ച് പിടിക്കണം. യേശുവിനെ, ഹല്ലേലൂയ, യേശുവിനെ പരീക്ഷിക്കാം വചനം വെച്ച് പൊട്ടി. ഇത് കൊച്ചു വിഷയമല്ല കേട്ടോ. ഷൈനി സഹോദരി ശരിക്കും ആ കൈ അടിച്ച് ആരാധിച്ച്
വാ മാക്സിമം ഗിയറിടണം. വാ തുറക്കാതിരുന്നാൽ ശത്രുവിനറിയാം നീ വാ തുറക്കാതിരുന്നാൽ നിന്റെ അനുഗ്രഹത്തെ കിട്ടത്തില്ല എന്ന് അവനറിയാം, മറ്റവന്. ഹല്ലേലൂയ. ഇതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ആരാധിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ വാക്ക് പറയാണ്, ഈ താക്കോൽ ആരുടെ കെട്ടിയിരിക്കുകയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കൈ കെട്ടിയിട്ടുണ്ട്. ഈ താക്കോലെ കിട്ടിയിട്ടുണ്ട്. പാർസി രാജ്യത്തിന്റെ പ്രഭു, നമ്മുടെ ഈ താക്കോലുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷയത്തെ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ത് ചെയ്തിരിക്കുകയാണ്? തടഞ്ഞിട്ടിട്ടുണ്ട്. ആ നിങ്ങൾ അറിഞ്ഞു വേണം, ഇപ്പോൾ വലിയ ഡീല് നടക്കുകയാണ്. ആ ഡീലിനകത്ത് അവർ പിന്മാറാനുള്ള പരിശ്രമം നോക്കുകയാണ്. പിടികിട്ടിയോ? ഇവിടെ യഹോവയുടെ ബലവും പരിചയമാവുന്നു, എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു. ഹലോ ഹല്ലേലൂയ. ഈ വാക്യം വായിച്ചാട്ടെ. ഷൈനി 7-ാം വാക്യം ഉറക്കെ വായിച്ചാട്ടെ. മാക്സിമം ഗിയർ. 7-ാം വാക്യം. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. സോറി, എന്റെ സിസ്റ്ററാണ്. ഒന്ന് കൈയൊന്ന് ഉയർത്തിയാട്ടെ. വയ്യാത്ത കൈയൊന്ന് ഉയർത്തിയാട്ടെ. എന്താ യഹോവ ആകുന്നു? വായിച്ചാട്ടെ. ആരുടെ ഹൃദയം? എന്റെ ഹൃദയം. ആ കൈ ഉയർത്തിക്കൊണ്ട് പറയണം. എനിക്ക് ലഭിച്ചു. സ്വന്തമാകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ തൊടുകയാണ്. ബഹുമൂല്യ സമയ ആജ് ബഹുമൂല്യ സമയ ബാബാ സിസ്റ്റർ. യഹോവ എന്റെ ബലം, എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു. ഉറക്കെ പറഞ്ഞാട്ടെ. ലഭിച്ചു. എനിക്ക് സൗഖ്യം ലഭിച്ചു. കൈ ഉയർത്തി പറഞ്ഞാട്ടെ. കൈ ഉയർത്തി. എനിക്ക് സൗഖ്യം ലഭിച്ചു. എനിക്ക് സൗഖ്യം ലഭിച്ചു. എനിക്ക് സൗഖ്യം ലഭിച്ചു. പാർസി രാജ്യത്തിന്റെ പ്രഭുവേ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലകളെ ദൃഷ്ടി വെക്കുവാൻ നിനക്കെന്ത് അധികാരം? ഇവിടെയാണ് പിടിക്കേണ്ടത്. നമ്മള് ഇതൊരു പിടുത്തമാണ് കേട്ടോ. ഇത് പിടിച്ചാണ് നമ്മളിത് പേടിക്കുന്നത്. യാബോക്ക് കടൽ തീരത്തിൽ വെച്ച് യാക്കോബ് ഒരു പിടുത്തം പിടിച്ചു. നിങ്ങൾ വീട്ടിൽ പോയാലും നിങ്ങൾ പിടിക്കണം, പിടിച്ച് മേടിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ ദേശം ഇന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് യോശുവയോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്ത് കൈവശമാക്കണം. പ്രോമിസ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പ്രോമിസ്, പേഴ്സണൽ ലൈഫിൽ പ്രോമിസ്, സ്പിരിച്വൽ ലൈഫിൽ പ്രോമിസ്. എന്നാൽ ഒരു യുദ്ധമുണ്ട്. ഇത് യുദ്ധം ചെയ്താണ് പിടിക്കുന്നത്. ഇത് ഈസിയായിട്ട് കിട്ടത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഉറപ്പും വിശ്വാസത്തോടും യുദ്ധം ചെയ്ത് പിടിക്കണം. ദേശം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. അത് പ്രോമിസാണ്. അതിന്റെ ടൈറ്റില് നിങ്ങളുടെ പേരിലാണ്. ഹല്ലേലൂയ. ലാൻഡ് ടൈറ്റിൽ യോശുവയെ, ഇസ്രായേൽ ജനമേ, ഈ ടൈറ്റിൽ നിങ്ങൾക്കുള്ളതാ. പക്ഷേ യുദ്ധം ചെയ്ത് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. വാക്യം, യഹോവ എന്റെ തന്റെ ജനത്തിന്റെ ബലമാകുന്നു. ഹല്ലേലൂയ. ഈ വാക്യമൊക്കെ ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. യഹോവ തന്റെ ജനത്തിന്റെ ബലമാണ്. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു. തന്റെ അഭിഷക്തൻ അവൻ ദുർഗം തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച ദൈവം ജനമേ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. എനിക്ക് വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണിത്. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹമെല്ലാം കിട്ടി. അതിന് പിന്നെ അവരെ മേയിക്കണം, മേയിച്ച് വഹിക്കണം. ഇത് വലിയ മർമ്മമാണ് കേട്ടോ. ഇത് വലിയ മർമ്മമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം അതിന്റെ 100-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചാട്ടെ.
100 സങ്കീർത്തനം, Psalms 103. ആ 103. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും. ഇതിന്റെ മർമ്മം മനസ്സിലായോ? ഒന്നുകൂടെ ഉറക്കം വായിച്ചാണ് സൗകര്യത. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. പാർസി രാജ്യത്തിന്റെ പ്രഭുവേ, അവൻ നമ്മെ ഉണ്ടാക്കി. ആരുണ്ടാക്കി? ദൈവം നമ്മെ ഉണ്ടാക്കി. നാം അവനുള്ളവരാകുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭുവേ, ദൈവത്തിന്റെ ജനമാണ് ഞങ്ങൾ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും. പാർസി രാജ്യത്തിന്റെ പ്രഭു ഇസബേലിനെയും കള്ളപ്രവാചകന്മാരെ മേയിച്ച് നടന്നു. അഭിഷിക്തനായ ഏലിയാവ് അവന്റെ തന്ത്രത്തെ തകർത്ത് ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തി കൊടുത്തു. വാക്യം ഒന്ന് വായിച്ചാട് ഒന്നുകൂടെ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി. നാം അവനുള്ളവരാകുന്നു. കണ്ട, യഹോവയാണ് നമ്മെ ഉണ്ടാക്കിയത്. നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും. കണ്ടോ, ഇതിപ്പോൾ എന്താണ് പ്രോമിസ് വേണ്ടി? അവന്റെ ജനം, അവൻ മേയ്ക്കുന്ന ആടുകൾ. ഇതുകൊണ്ട് 21 യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. നമ്മെ ഓരോ ദിവസവും നമ്മൾ കമ്പനിയിൽ ജോലിക്ക് പോയാലും ഹോസ്പിറ്റൽ ജോലിക്ക് പോയാലും ഒരു ഇടയനുണ്ട്. ആ ഇടയനാണ് നമ്മളെ മേയ്ക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, പാർസി രാജ്യത്തിലെ പ്രഭു, നിനക്ക് എന്റെ കുഞ്ഞുങ്ങളോട്, എന്നോട്, എന്റെ ശരീരത്തോട്, എന്റെ ആത്മീയ ജീവിതത്തോട്, എന്റെ ഫൈനാൻഷ്യൽ കണ്ടീഷനോട് എതിർക്കുക നിനക്ക് അധികാരമില്ല. നീയും നിന്റെ കൂട്ടരും അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റിൽ കിടക്കേണ്ടതാണ്. ഞങ്ങളോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിൽ കടന്ന് യേശുവിനെ ആരാധിക്കുന്ന വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. ഈ വാക്കുകൾ ദൈവാവസ്ഥയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ ഉറയ്ക്കുക. ദൈവം ബലപ്പെടുത്തുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂത്, ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ നമ്മളത് തൊട്ട് കഴിയുമ്പോൾ ആ ദൈവശക്തി വ്യാപരിക്കുവാനായി ഓരോർക്കും ലഭിച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട്. 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനൊരു പടയിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടവ് തീരുകളാൽ മുങ്ങുമാറായി. അവനെ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ തീരുകളാവാൻ എന്തെന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതല്ല എടുത്തത്. യേശു പത്രോസിന്റെ പടക് സമീപേ കർത്താവ് വന്ന് ചോദിക്കേണ്ടത് എന്തായിരുന്നു? സഞ്ജയ്, എന്താ മുഖത്തൊരു ക്ഷീണം? എന്താ ഇന്നലെ അധ്വാനിച്ചനക്ക് ഒന്നും? അതാണ് കുഴപ്പം. അത്ര കുഴപ്പമില്ല. പടകിന്റെ ആ ഭാഗത്തോട്ട് എന്താ ഇതാട്ട് ഒന്ന് വീശിക്കാട്ട് എന്ന് പറയേണ്ടതിന് പകരമായിട്ട് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ഭാരം, എൻ്റെ പ്രയാസം, എൻ്റെ വേദന, ഇതൊന്നുമല്ല കർത്താവിൻ്റെ വിഷയം. കർത്താവ് സർവജ്ഞാനിയാണ്. കർത്താവ് സകലതും അറിയുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വിഷമം സർവജ്ഞാനിയായ ദൈവം അറിയത്തില്ലയോ? ചോദിക്കുന്ന ചോദ്യമാ. ദൈവം സർവജ്ഞാനിയാണെങ്കിൽ പിന്നെ അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്? ദൈവം എൻ്റെ വിഷയമെല്ലാം അറിയുന്നുവെങ്കിൽ ആദ്യം അതല്ലേ ചോദിക്കേണ്ടത്? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഇത് സർവജ്ഞാനിയായ ദൈവമാണ്. ഇതിനേക്കാൾ ഈ വിഷയങ്ങളെ ഒന്നും ബന്ധപ്പെടാതെ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. എനിക്ക് ആ ബോട്ടിലൊന്ന് കയറണം.
Hallelujah, Lord. Praise the Lord. Praise the Lord. നമ്മൾ ചിന്തിക്കുന്ന നിലയിലല്ല ദൈവം ഇടപെടുന്നത്. Amen. Praise the Lord. വിശദീകരിക്കുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. പത്രോസ് praise the Lord നല്ല മനസ്സോടുകൂടെ തന്നെ അങ്ങോട്ട് കൊടുത്തു. ആട്ടെ, കുഴപ്പമില്ല. praise the Lord. കർത്താവ് ഇത് ചെയ്യുവാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് നോക്കുമ്പോൾ ഒരു വലിയ പ്രസംഗത്തിനുള്ള കേൾവിക്കാരോട് നിൽക്കുകയാണ്. Amen. praise the Lord. praise the Lord. 5-10 പേരൊന്നുമല്ല, ധാരാളം ജനങ്ങളാണ്. praise the Lord. എന്തിനാണ് ഈ സ്റ്റേജ്? എന്തിനാണ് ഈ പോഡിയം? എന്തിനാണ്? ഈ ഹോള് നിറച്ച ആൾക്കാരാണ് എങ്കിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നതിനെക്കാട്ടിൽ എല്ലാവരുടെയും മുഖം കണ്ടുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്ന അല്പം കൂടെ ഉയർന്നു നിന്നാല അല്ലേ? praise the Lord. ഇത് തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇപ്പോഴേ 10 പേരൊന്നും അല്ല, ഒരു പരസ്യോഗം നടത്തുന്ന രീതിയല്ല. ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു 100 കണക്കിന് പേരുണ്ട്. ഇവരോട് സംസാരിക്കണമെങ്കിൽ ആ പടകില് ഇടയ്ക്കൊക്കെ എന്തോ ഉണ്ട്, തടിയുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു 5-6 അടി ഉയരം എന്ത് കാണില്ലേ വാസേ? പൈസലോ അത് കാണാം. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. കാരണം വചനം കേൾക്കുവാൻ ദാഹത്തോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ. പൈസലോ പത്രോസ് വിട്ടുകൊടുത്തു. പൈസലോ അപ്പോൾ ഒന്നാമത് പത്രോസ് പടക് കൊടുത്തു. ആ പടക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതാണ് നിങ്ങളോടുള്ള ദൂത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്റെ പടകിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയുവാൻ സാധിക്കും, എന്റെ പടകിൽ യേശു ഉണ്ട്. ഞാനാകുന്ന പടകിൽ യേശു ഉണ്ട്. ഒരിക്കൽ ക്രിസ്തുവില്ലാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാന്. പ്രൈസ് ദി ലോർഡ്. എന്റെ ചിന്തകൾക്കും എന്റെ മനോരൂപങ്ങൾക്കൊക്കെ അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ പടകിൽ യേശു ഉണ്ട്. സന്തോഷത്തോടെ കൈകൾ ഉയർത്താം. രണ്ടാമതായിട്ട് ഈ പടക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ? ഒന്ന്, കർത്താവ് പടകിലുണ്ട്. പടക് കർത്ത നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പടകിലുണ്ട്. ഈ പടക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പടക് ശൂന്യമാണ്. അപ്പോഴും പടക് ശൂന്യമാണ്. ന്യായമായ ചോദ്യമാണ്. കർത്താവേ, നീ പടകിലുണ്ടല്ലോ, ഈ പടക് നിനക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്തിന്നില്ല, ഒരു വർധനവില്ല. കാര്യങ്ങൾ ഞെങ്ങിയും ഞെരുങ്ങിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. കർത്താവേ, കാര്യങ്ങളിൽ ഒരു വളർച്ചയില്ല. കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഈ പടക് നിറച്ചെന്തായി തീർന്നു. ഇതാണ് ഇന്നത്തെ ദൂത്. എന്താണെന്ന് അറിയാമോ? കർത്താവുള്ള പടക് നിരാശപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെയും ദൈവം നിരാശപ്പെടുത്തുവാൻ അനുവദിക്കത്തില്ല. എന്റെ നാമം നിമിത്തം ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനുപോലും പ്രതിഫലം ഞാൻ നൽകുന്ന ദൈവമാണ്. അങ്ങനെയാണ് എങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളില് ഒരു ദൈവവൈദ്യൻ എന്നുള്ള സാക്ഷ്യം പുലർത്തുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മറുപടി ഉണ്ട്. വിശ്വസിക്കുന്നുണ്ട്. ആയിരിക്കുന്ന ഇടങ്ങളില് ഒരു ദൈവവൈദ്യൻ എന്നുള്ള സാക്ഷ്യം പുലർത്തുന്നുവെങ്കിൽ ആ വ്യക്തിയെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവം കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ ദൈവം എന്ത് ചെയ്താലും തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അത് രോഗശാന്തിയാണെങ്കിലും, അത് ഭൗതിക ഞെരുക്കം മാറ്റുന്നതാണെങ്കിലും, അത് എന്ത് വിഷയമായിരുന്നാലും അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അപ്പോൾ കർത്താവ് നിൽക്കുന്ന പടക്, ആ പടക് കർത്തനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ആ പടക് ഇപ്പോഴ് പിടിച്ചു കയറ്റാൻ പറ്റാത്തതുപോലെ എന്തായി മാറി? നന്മയായി മാറി. എന്താണ് കാര്യം?
ഈശോലോ പത്രോസിനോട് ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അല്പം ആഴത്തിലോട്ട് ഇറക്കുക, വല വീശുക. ഈശോലോ ആ വാക്കിന്റെ മുൻപിൽ വല ഇറക്കിയപ്പോൾ ഈശോലോ ഇന്ന് പകലില് നമ്മളോട് എല്ലാവരോടുമുള്ള ദൂത്, കർത്താവേ അന്ന് പത്രോസിനോട് നീ പറഞ്ഞതുപോലെ നിന്റെ ഒരു വാക്ക് മതി എന്റെ ഈ വല നിറയുക. ആ ഒരു വാക്കിന് വേണ്ടി ഈ പടകിനകത്ത് നീ ഉണ്ട്, എനിക്കറിയാം. ഈ പടക് അങ്ങയുടെ നാമത്തിന് വേണ്ടി ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അങ്ങ് പത്രോസേ നന്ദി, നീ പടക് എനിക്ക് തന്നതിനാൽ നന്ദി എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു പോകുകയല്ല ചെയ്തത്. പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് ഇറക്കുക, വല വീശുക എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ പത്രോസിനോട് പറഞ്ഞതുപോലെ എന്നോട് സംസാരിക്കേണ്ട. എവിടെ വീശിയാലാണ് എന്റെ വലയൊന്ന് നിറയുന്നത്? എവിടെ അധ്വാനിച്ചാലാണ് എന്റെ വലയൊന്ന് നിറയുന്നത്? എങ്ങനെ അധ്വാനിച്ചാലാണ് വലയൊന്ന് നിറയുന്നത്? ചെങ്കടൽ യോർദാന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ചെങ്കടല് കടന്നു. ഇനി ഇപ്പോൾ വാക്തത്വത്തിലേക്ക് കയറാൻ പോകുകയാണ്. ഈ യോർദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാ കയറുന്നത്? പ്രോമിസ് ലാൻഡിലോട്ട്. പക്ഷേ ആ പ്രോമിസ് ലാൻഡിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് ഒരു നദിയുണ്ട്. ആ നദി ഉണക്ക് കാലത്ത് പോലും ഇരുകര മുട്ടിയ ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ മഴ സമയത്തോ ചുരുക്കം പറഞ്ഞാൽ 365 ദിവസവും കവിഞ്ഞൊഴുകുക. ഇതൊന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷേ അവര് മുൻപോട്ട് പോകാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു വാക്ക് കേട്ടു. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാര് ആദ്യം കാലി ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, കർത്താവ് എന്റെ മുൻപിൽ ഒരു അനുഗ്രഹമുണ്ട്. എന്നാൽ അനുഗ്രഹത്തിൽ കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ വിരോധമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതൊരു പക്ഷെ ഒരു രോഗമായിരിക്കാം. മുമ്പേ ക്രൈസ്തവരോട് അനുസരിച്ച് പറഞ്ഞ പോലെ ജോലി ഉണ്ടോ? ഉണ്ട്. പക്ഷെ അവൻ അകാരണമായ ദുഃഖം അനുഭവിക്കുകയാണ്, അവൻ അകാരണമായ പ്രയാസം അനുഭവിക്കുകയാണ്. ജോലിയിൽ എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്യത്തക്കോട് അവന്റെ മേൽ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതനോട് പറഞ്ഞുവല്ലോ, നിന്റെ കാല് ചവിട്ടുമ്പോൾ ഇത് മാറുമെന്ന് പറയുന്നത് നിന്റെ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ഒരു വാക്കിന്റെ മുൻപാകെ ആ പ്രതിസന്ധി മാറുവാനിടയായി തീരും. അങ്ങയുടെ ഒരു വാക്കിന്റെ മുൻപാകെ എന്റെ വേദന മാറുവാനിടയായി തീരും. അങ്ങയുടെ ഒരു വാക്കിന്റെ മുൻപാകെ ഇത് രണ്ടാകുവാനിടയായി തീരും. നിന്റെ ഒരു വാക്കിന്റെ മുൻപാകെ എന്റെ വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഈ യോർദാൻ രണ്ടാകുവാനിടയായി തീരും. ആ വാക്ക് ഇന്ന് പകൽ കേൾപ്പിക്കുമാറായി. പ്രാരംഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപദേശപരമായ വിഷയങ്ങളിൽ നമ്മളോട് സംസാരിച്ചു. ഇളകിപ്പോകരുത് കേട്ടോ. കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ ആകരുത് കേട്ടോ. രണ്ടാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് പകൽക്കാലത്ത് തൊട്ടാൽ മാത്രം മതി. അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മൂന്നാമത് വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആ പത്രോസിനോട് പറഞ്ഞതുപോലെ ഒരു വാക്ക് എന്നോട് സംസാരിക്കണം. ചെങ്കടന്റെ മുൻപിൽ നിന്നപ്പോൾ, യോർദാന്റെ മുൻപിൽ നിന്നപ്പോൾ നിന്റെ കാലൊന്ന് ചവിട്ടിയാൽ മാത്രം മതി എന്ന് കൽപ്പിച്ചതുപോലെ നിന്റെ ഒരു വാക്ക് മതി എന്റെ പ്രതിസന്ധി മാറുവാൻ. ആ ഒരു വാക്ക് എന്നെ ഒന്ന് കേൾപ്പിക്കാൻ. പ്രതിസന്ധി മാറണമെങ്കിൽ നിന്റെ ഒരു വാക്ക് എന്നെ ഒന്ന് കേൾപ്പിക്കാൻ. ആ വല നിറച്ചു കൊടുത്തത് നീ പറഞ്ഞവിടുത്ത് വല വീശിയപ്പോഴാണ്. ആകിയാൽ ഒരു വാക്ക് കൽപ്പിക്കണം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ. Hallelujah. Praise the Lord. Jesus. We worship you, Lord. Hallelujah. We worship you in this place. Hallelujah. It's not about a song. It's not about. Lord. It's all about God. Yes. He is the most high God. Yes. He's the most precious God in this world. There is no one like Him. Yes, Lord. Lift up our hands and let's welcome Him. Let's welcome the King of Kings and King of Kings. Hallelujah. We worship you for we are nothing. We worship you because you are everything, Lord. We worship you, Lord Jesus, for there is no one like you, Lord. We worship you for Lord Jesus Christ. Oh, we worship you, Lord Jesus, because, oh Lord Father, we welcome you, mighty brother. Come on, everyone.
Cry out to God. Right now, right now. Rababa kasi kala bahaduri alabara balaba sikala bara. We worship your holy presence. We worship your majesty, Lord. For you are the only one God who can never change. For you are the only one God who can never change. You are the God that can never change. You are the God forever and ever. The same God who was and who is and who will be. And he says, I am the Alpha and I am the Omega. I was beginning and I am the end. For he said, I was dead but now I have been risen up again. Love her, I hold the keys of hell and the hell. There is no power that can stand before him. He is the Almighty. He is the only Almighty. He is Almighty. Come on, bring him, tell him, Lord Jesus. Hallelujah, Lord. Rabba, understanding God. The word of the Lord says in Revelation chapter 1 that he rules over the kings of the earth. There would be a king on this earth, but there is a king in heaven who rules over the kings. Today. We are not going to a simple person, we are going to the kings of kings. The most high ruler. Yes, Lord. His name is Jesus Christ. Yes. He said, I have the key of death and hell. Only one God who can say that. And I hold the keys. It's Jesus Christ in heaven. Yes, Lord. And say, Lord Jesus, I welcome you now. I welcome you. I welcome you, Holy Spirit. I welcome you, Holy Spirit. We welcome you, Lord. You are the holy God. You are the mighty, powerful God. The word of the Lord says, he presents himself in the praises of his people. He stays among the praises of the people. He stays among the praises of his people. Father, we thank you. Thank you, Lord. For you are the holy God. Amen. For there is no one like you. Yes. And you rule over the kings of the earth. Take your rulership over us. Hallelujah, Lord. Take your mighty dominion over us. Hallelujah. May your complete ownership come upon us. Hallelujah, Lord. And we only belong to the heavenly throne. We don't belong to this earth, Lord. We belong to the kingdom of heaven. Hallelujah. And you said in Revelation chapter 1 that you are the priest and you are the kingdom. We all are kingdom of Jesus. And we are the priest of God. Hallelujah. Thank you, Holy Spirit, Yes, Lord. You are here. You're going to speak to us. Enlighten our eyes. Speak to us, Lord. Let your wisdom come, Master. Hallelujah. Let your precious anointing come, O Lord. Hallelujah. Let your mighty Holy Spirit, who is sweeter than honey, speak to us, Lord Jesus. Yes, Lord. Lord, take all glory. Holy Spirit, take all the glory, Lord. And we welcome you in this place. Hallelujah, Lord. Thank you, Lord Jesus. Thank you, Lord Jesus. In the name of Lord Jesus, we pray. Hallelujah, Lord. Amen. Give a good clap to Holy Spirit. He is here, He is here. Hallelujah. Yes, amen. Psalm 22 verse 3. Can anyone read it? We have time till 12 o'clock, 10 minutes. I will be trying to finish it off. Psalm 22 verse 3. Yes. Yet you are holy. Yet you are holy. Enthroned on the praise of Israel. Praise the Lord. Praise the Lord. The word of the Lord says, Lord, you are holy, yet you enthroned in the praises of the people. And yesterday also we looked, but I want to you have a really small time, so I want to speak on this. I had some other topic, but I would like to speak on this. That God is a person. He is a powerful personality who holds every power. Yes, Lord. Yes. Who holds every authority. Who rules over every kings of this earth. Hallelujah. Amen. Amen. And what does the word say? Can you read in that translation what that translation says? You are enthroned as the Holy One. You are the one Israel praises. What is that translation saying? But thou art holy, O thou that Inhabitants himself in the praises of Israel. So when Israel people will praise God. Okay? Look here everyone. When you praise God, there is a throne of God that comes among the people. Thank you, Lord. See, he is saying, I am a holy. The characteristic of God that he is holy.
But the holiness of God in that personality called Jesus has to dwell in the praises of people. The word called praise in Hebrew has 7 meanings. Okay? But in English it has only 1 meaning. But in Hebrew, the word called praise has 7 characters. But I want to tell you today, just a background, why praise is powerful. Yes, praise the Lord. Why praise is powerful. So when God created angel called Lucifer, God created him, we don't have time to look at the word, but God created him in such a way that when he used to speak, there used to be organs. There used to be a voice that used to come through his wings. There used to be a voice, melody songs that used to emit when he used to walk. When he used to speak, automatically the voices, the praise used to come out of him. Hallelujah. Hallelujah. So reading that book in Ezekiel, we don't have the time. But you know what? Next time I will try to come alone, right? Because if they are late, let them come. I'll try to come alone so that, you know, we have to be strict when it comes to God. Yeah. We don't negotiate in that part. What if God makes us late for the blessings, right? Amen. So no worries. Next time we make sure that we'll start on time. Amen. Amen. Hallelujah. Hallelujah. I was already ready. I told let them come, but you know children are there, so you know. So still my wife said the service will start at 11:30. I said no. Indians will never improve. We have to be there at 11:15. Praise God. Hallelujah. Hallelujah. Amen. So understand this thing very well. So the purpose of creation of Lucifer was to praise and worship God. And the moment he used to go around, God's throne used to get all the worship. Hallelujah. And the power of God's majesty used to surround his throne. Oh So to a level that the specific angels called seraphim has 6 wings. 2 wings they used to cover their face out of glory. 2 wings they will cover their legs. And by 2 wings they will fly. Why? Because when the power of God's glory used to come over the throne, they used to fall back. And when they used to fall back, they used to cover their wings, they used to cover their mouth, they used to cover their feet, and they fly with the wings to balance themselves. The power of God's glory. Hallelujah. As today also, we have those seraphim worshipping God, calling him holy, 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 holy forever. Imagine, what is my age? 35. From past 35 years, they are calling him holy, 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 holy. From the foundations of the earth, they are calling him holy. Only one work they have to do in heaven. The angels, they have to say him, Lord, you are holy, holy, holy. And the same word says, Psalm 22 verse 3, that same holy God Amen. goes out of that heavenly throne and comes among the worship of his people. Hallelujah, Lord. I mean, imagine this. That God can leave the praises of angels. He leaves the praises of the heaven. And Sister Jasper, he wants to come into ICM church and stay among the praises when the people will praise him. Hallelujah. Imagine this. When there are so many elders worshipping him, he said, I want to enlarge. I want to enjoy. I want to have an interest among the people of Israel. You are called Israel in the New Testament. I want to have inhabitants, means I want to stay. I want to establish my throne among the praises of people. Oh, how powerful that God is. He wants to leave that heavenly worship. He wants to leave that heavenly throne. And he wants your mouth. He wants your mouth. When you open your mouth, heaven will come. I'm not saying it by my mouth. Heaven will come in this place to praise you. Hallelujah. Hallelujah. And what Psalm 9 verse 11 says. What does it say? Psalm 9 verse 11. Can anyone read it? Yeah. Psalm 9 verse 11. Praises to the Lord. Sing praises to the Lord. It dwelleth in Zion. Declare among the people his feet. Yes. Sing praises to the Lord who sits enthroned in Zion. Tell among the people his deeds. Now understand this thing very well.
The word called praise, the first Hebrew word for it is halal. H-A-L-A-L. It means to boast. It means to shine. It means to celebrate to the point of looking undignified. Hallelujah. Psalm 113 verse 1 says, praise the Lord, praise, O you servants of the Lord, praise the name of the Lord. And that praise meaning it's halal. H-A-L-A-L. Praise the Lord. Praise the Lord. Hallelujah. The second word in Hebrew is yada. Y-A-D-A-H. It means praise is made physical. Out of your physical posture, you have to praise God in heaven. Hallelujah. Hallelujah. How many are understanding this thing very well? That when you lift up your hands to God in praise, right? When you lift your hands of God in praise, the word of the Lord says, lift up your holy hands into the sanctuary of God. Oh Lord. And David says, Amen. don't have time, only 5 minutes. David said, you teach my right hand to do a war. Look here. David says, you teach my hand to do a war. So he says, Lord, with his hand, I have to do a war. Yes. But then what the Lord says, lift up thy holy hands unto thy God. So when Israel people were fighting a battle against the enemy, what was Moses doing? He was raising his hands towards God. What was that? That was a praise. But when his hands were tired, he used to keep his hands down. Israel were losing the battle. But the moment, how do you understand this thing? The moment Moses said, my hands are tired, Aaron and Hur, they said, I will lift your one hand. Hur said, I will lift your one hand. Aaron said, I will lift your one hand. Because the victory is not in your power. The victory is in the praise. When you praise with your hands lifted up, there is a victory in your life today. I want to declare in your life today, any power fighting your life, give your hands to God today. You shall be victorious in the name of Jesus. How many understand this thing? How many understand this thing very well? And the word of the Lord says, Aaron and Hur lifted up the hands of Moses. So till the evening came, the hands were lifted up. So whenever the hands lifted, the meaning of the hands that is lifted, it means, Lord, I surrender. Lord, there is an enemy fighting me, but there is a place of surrender. I surrender, Lord. What is meaning of praise is, Lord, my hands, I cannot carry anything. My hands cannot have anything. My hands cannot have a war. My hands cannot have battles. I cannot move forward. As I do, I will lift up my hands to Him and I surrender. Praise God. How many understand this thing very well? Hallelujah. That is the praise. That is the praise that God wants. So lift up your hands to Him right now and say, Lord, I surrender. Say, Lord, I surrender. Lord, I surrender with my hands. Psalm 100 verse 4. I don't have time, but we will teach this. I will teach this on Saturday very deep. But Psalm 100 verse 4. Can anyone read this? Enter his gates with thanksgiving. Enter his gates with thanksgiving. And into his courts with praise. Enter his courts with praise. Now you see the Ark of Covenant. There was the outer court. It has a gate. Then there was the inner court, right? And there was the holies of holy place. Please look here. Please look here. That God is to descend on the Ark of Covenant and talk to people and accept the sacrifice. But there were 3 levels in the Ark of Covenant. Outer court, where people used to enter. The inner court, and the last place was inner holies of holies. So once in 6 months, priests used to go, fearing that if he is unholy, he will die, and they will take him out. Okay? Now, that place of holies is everyone should enter into that place. Yes. But first, you have to enter through gate. How do I enter through the gate? What does it say? What does it say? What does it say? Read it. Enter his gates with Thanksgiving. thanksgiving. And then second level is
courts. Enter his courts with how? With praise. So very first thing when you start praying God, how do you have to say, Lord, I need this, I need... No. Thanksgiving. Thanksgiving is different from praise. There is a difference. You have to enter into the courts of gates with thanksgiving. You see, when you go to the house, first the gate is there. The dog will be there in that gate. Then the main gate will come, right? And then your bedroom will come. In the same way, there is a gate, there is a court, and there is a most holies of holies place. So if you have to enter the gates of God, how should you enter? Thanksgiving. What do you mean by thanksgiving? Thanksgiving का मतलब क्या है? What do you mean by thanksgiving? Sorry? Be grateful. Thanksgiving. Thanksgiving means to give thanks. Yes, thanks to Lord. Simple, right? If someone gifted me mobile, thank you for the mobile. Yes. If I preach today, pastor will say, thank you, pastor. Very good message today. Thank you. So every day, even if there is anything in my life or not, the first step of prayer is to enter his gate with thanksgiving. Amen. How many understand? Just don't keep on singing two songs only. Then sister will come and sing song. I enter the whole. You are not enter the gates. How you are entering the holies of holies? First step is to praise, thanksgiving God. See, after we come here, you have to say, Lord, I thank you for my job. I thank you for Sunday. I thank you because I did not die last night. I thank you, Lord, for I am alive today. I thank you for the job that you gave me. I thank you for the church that you gave me. I thank you for the wife that you gave me. I thank you, Lord, because, Lord Jesus, you are an awesome God. Thank you for the cross. You know what is happening? God is pushing you into his presence. The first gate will be the gates. Second gate, after you thanksgiving, you will say, Lord, I praise you. I praise you. And praise will change your location. Your location from your house will change from your location to the presence of God. That is why God said, I establish my throne into the presence of people. How many understand this thing very well? So you will not be able to enjoy the presence of God. So while you are thanksgiving, Satan will ring your mobile. That's the first step. People never enter into the holies of holy. They only enter gate thanksgiving. When thanksgiving come, new mind will come. Oh, I have to submit the resume. They will stop the thanksgiving, submit the resume. You are out of that gate. How many understand this thing? Keep on giving thanksgiving. As you keep on giving thanks, as you keep on giving thanks, the next level is praise. When you give praise, the next level is holies of holies. Okay, so time is over. We are going to pray. But lift our hands to him. Let's stand and give him all glory for a moment. Come on, let's give thanks. No complaining here and there. No looking here and there. Open your mouth and give thanks to God for 2 minutes. Thank you, hallelujah. Thank you, Lord. Thank you for your house. Thank you for ICM Church. Thank you for pastors. Thank you, Lord, for children. Thank you, Lord, for the house. Thank you for the gift of life. Thank you because we did not die. Thank you, Lord, we are out of the hell. Thank you, Lord, for the sin has lost its dominion over me. For I am nothing. The one who lives inside of me, Lord, is greater than the world. Thank you, Lord, for the Holy Spirit. Thank you, Lord, for the gift of life. Thank you, Lord, for the gift. Thank you, Lord, for so many people will come to us. Thank you, Lord, we shall be more than overcomer. Thank you, Lord, for what you have done over my life cannot be compromised. Thank you, Lord, for the holiness. Thank you, Lord, for the gift of life. Thank you, Lord, for the righteousness. Thank you, Lord, for the cross. Thank you, Lord, for Jesus. Thank you, Lord, for the blood. Thank you, Lord, for the resurrection power. Thank you, Lord, for opening the gates of heaven. Thank you, Lord, for every good thing. Thank you, Lord, for every good thing. Thank you for Monday. Thank you for Tuesday. Thank you for Wednesday. Thank you for Thursday, Lord. Thank you for Friday. Thank you for Saturday. Thank you for the job. Thank you for the car. Thank you for the mom. Thank you for the wife. Thank you for the kids. We thank you, Lord. Thank you, Lord Jesus. And today, Lord, as we have spoken this message, may every heart change and take all the glory. Yes. In Jesus' name we pray.